മക്കളെ മുത്തശ്ശിന്ന് വന്നത് എന്താണെന്നറിയോ? മുത്തശ്ശിക്ക് കാര്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി വന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, കിടിലം മുത്തശ്ശി എന്നാണ് ഫേസ്ബുക്കിന്റെ പേജ്. അതിന്റെ അതേ ഒരു ഈച്ച കോപ്പി ആയിട്ട് ശരിക്കും ഒരു ഫേക്ക് പേജായിട്ട് കിടിലം വിചാരിക്കും കാണുമ്പോ മുത്തശ്ശി തന്നെയാണോ വിചാരിച്ചിട്ട് ഫോളോ ചെയ്യണവരുണ്ടാവും. എത്ര ആളാണ് വാട്സപ്പിൽ വിളിച്ചിട്ട് ചോദിക്കുന്നു, മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളതാണോ. അപ്പൊ ഈ പിന്നെ ഒരു ഹിന്ദിക്കാരാണ് ഇത് ചെയ്യണത്. നമ്മളെ യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോസ് എടുത്തിട്ട് അവര് ഫേസ്ബുക്ക് ഒരു പേജ് ആക്കിയിട്ട് അതിൽ വീഡിയോ ഇടലാണ് അവരുടെ പരിപാടി. താഴെ ഞാൻ അവരുടെ പേജ് ഈ കാണുന്നതാണ്, നിങ്ങൾ അവരുടെ പേജാണ്. ഇത് സ്കാമുകളൊക്കെ വഴി ഇപ്പം നിങ്ങളിപ്പോൾ അവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കാമുകളൊക്കെ വഴി നിങ്ങളെ ഫോണിലെ വിവരങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചോർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഇതിലേക്ക് അകപ്പെടരുത് എന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ നമ്മളുടെ പേജാണെന്ന് വെച്ച് ഫോളോ ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു പ്രശ്നത്തിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ. നമ്മളിതിന് മുമ്പ് കുറെ ഓരോ വീഡിയോസിനും കമന്റ് ആയിട്ട് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, മാക്സിമം നിങ്ങളത് റിപ്പോർട്ട് അടിച്ചിട്ട് കളഞ്ഞ ആ അക്കൗണ്ട് അങ്ങനെ പോയിക്കോളും. പിന്നെ നിങ്ങളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ല സ്കാമറ്റാണ്, ഹിന്ദിക്കാരാണ്, നമ്മളെ നാട്ടിലുള്ള ആരുമല്ല, അപ്പോൾ പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോണിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ വേണമെങ്കിൽ ചോർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. എന്ത് വന്നാലും നമ്മൾ അതിന് ഉത്തരവാദികളല്ല കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത്. അതെ, കിടിലം ടു എന്നാണ് ആ ഒരു ചാനലിന്റെ പേര്. ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശിയും നമ്മളുടെ കൊല്ലംകോട്ടത്തെ ചേച്ചിയുടെ ഫോട്ടോയും കൂടെയാണ് അവരുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളത് കിടിലം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് കേട്ടോ. ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും കിടിലം മുത്തശ്ശി എന്നാണ് അതിലുള്ളത്. നമ്മളെ വീഡിയോസ് മോഷ്ടിച്ചിട്ട് അവർക്ക് ഫേസ്ബുക്ക് പേജിൽ കിടിലം ടു എന്നുള്ള പേജിൽ കൊണ്ടിടലാട്ടോ പണി. കാരണം കാണുമ്പോൾ പെട്ടെന്ന് പേര് രണ്ടും ഒരേ പേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ രണ്ടാമത്തെ പേജോ അല്ലെങ്കിൽ നമ്മളുടെ പേജോ ഒന്നുമല്ല, നമ്മളല്ല ആ ഒരു പേജ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം എല്ലാവരും റിപ്പോർട്ട് അടിക്കുക, ആരും ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്ന് പറയാനാണ് വേഗം വന്നത് കേട്ടോ.